മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നല്ല മഴയുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ വന്നതാണ് നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഓൾ ഓഫ് സഡൻ നല്ല സണ്ണി ആയിട്ട് നിൽക്കുന്ന ക്ലൈമറ്റ് ആയിരുന്നു. ഓൾ ഓഫ് സഡൻ മഴ പെയ്യാൻ തുടങ്ങിയതാണ്. നല്ല വെതറാണ്. ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ലാസ്റ്റ് വീക്ക് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വളരെ അതിശയകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്, അല്ലെ? സോ എനർജറ്റിക്കലി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആക്ഷൻ എടുക്കുന്നത്, റൈറ്റ്? നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. എനർജറ്റിക്കലി എനിക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗൈസ്, അതിന് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. യു ഗൈസ് ആർ റിയലി ഇൻസ്പയറിംഗ് മീ. ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, ഓരോ ആക്ഷൻ നിങ്ങൾ എടുക്കുക, വ്യത്യസ്തമായിട്ടുള്ള ആക്ഷൻ എടുക്കുക. സെയിം കാര്യം തന്നെ, മാറാത്ത കാര്യത്തിൽ തന്നെ ഒരേ ആക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെ? നിങ്ങൾ പുതിയ പുതിയ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ളത്, വരുന്ന ആഴ്ച ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓൾറൈറ്റ്? സ്പെഷ്യലി നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. മാനസികപരമായിട്ടായിരിക്കാം, ശാരീരികപരമായിട്ടായിരിക്കാം, നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കമന്റിലൂടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റീഡിങ്ങിലൂടെ ആണെന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്? സോ ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ലൈഫിൽ വലിയ വലിയ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരേണ്ട കാര്യങ്ങൾ, ആക്ഷൻസ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്? സോ ബിഫോർ നിങ്ങൾ ഈ ഒരു 3 കാര്യം എന്താണ്, അല്ലെങ്കിൽ 2 കാര്യം, ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യം എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കറന്റ് എനർജി, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം, അല്ലെ? സോ വരുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ? ഓ മൈ ഗോഡ്, സി പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഓക്കെ, സോ ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസ്പെരിറ്റി ആണ്. അത് ഫൈനാൻഷ്യലി എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൽ പല കാര്യത്തിലും നിങ്ങൾ സമൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ സമാധാനത്തിലാണ് നിങ്ങൾക്ക് പിന്നോട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചിന്താഗതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. പുതിയ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റൈറ്റ് ഇൻസൈറ്റ് തരുന്ന ആളുകളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനത്തെ മെസ്സേജ് നിങ്ങൾ കൂടുതൽ കേൾക്കുക. അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുക. ഓൾറൈറ്റ്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു ഇൻസൈറ്റ് തരുന്നില്ല, നിങ്ങൾക്കത് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡോണ്ട് ഫോളോ മൈ വേർഡ്സ്. ഓൾറൈറ്റ്? ഓരോ ആളുകളും നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ്, നിങ്ങൾ ഗ്രാബ് ചെയ്യുന്ന കാര്യങ്ങള്, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങള്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ബിലീഫ്, ഇതൊക്കെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു ജേർണിയിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോബബ്ലി നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് റൈറ്റ് പാർട്ട്ണർഷിപ്പ് ആണ്, റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടാണ്, റൈറ്റ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ സൈക്കിക്കലി കണക്ട് ചെയ്യുന്നതായിരിക്കാം, ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതാണ്. എവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാൻഡ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ കരകയറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മൾ ഓരോ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഓരോ സഹായങ്ങൾ അവിടുന്ന് ഉണ്ടാവും. പക്ഷെ വളരെ ചുരുക്കം ആളുകൾക്കാണ് അത് ആ ഒരു കച്ചിത്തുരുമ്പിൽ കയറി പിടിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾക്കാണ് ആ ഒരു സെൻസ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. സോ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ലൈഫിൽ പോകുന്ന ഒരു ചലഞ്ചിന് നിങ്ങൾക്ക് കയറാനുള്ള ഒരു കച്ചിത്തുരുമ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ലൈഫ് ചലഞ്ചാണോ പോകുന്നത്, ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ, ബ്രേക്കപ്പ്, റിലേഷൻഷിപ്പിലെ പ്രശ്നം, പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നം, നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടായിരിക്കണം, എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം, ഹെൽത്ത് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരു ചലഞ്ചാണ്.
അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ഡിസ്കവർ ചെയ്യാനുള്ള, നിങ്ങളെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ഉള്ള ആ ഒരു വാതിലേക്കുള്ള വഴിയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കാം, അതേ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആക്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിയിൽ തന്നെ നിൽക്കും, അനങ്ങാണ്ട് നിൽക്കും. മാറ്റങ്ങൾ കൊണ്ടുവരാം. ഒരേ കാര്യം ചെയ്തിട്ട് ചില കാര്യങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, പുതിയ ആക്ഷൻ അവിടെ കൊണ്ടുവരാം, പുതിയ ഐഡിയാസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം, പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ബോക്സിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്ന് ചിന്തിക്കാം. അതല്ലാണ്ട് നിങ്ങൾ എടുക്കുന്ന അതേ ആക്ഷൻ നിങ്ങൾ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീണ്ടും അത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ പ്രോസ്പെരിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ലൈഫിന്റെ പല ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ. അത് സ്നേഹം ആയിക്കോട്ടെ, സമ്പത്ത് ആയിക്കോട്ടെ, സമാധാനം ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വളരെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്, കണക്റ്റഡ് ആവുന്നുണ്ട്, ഹീൽ ആവുന്നുണ്ട്. ഓക്കെ, സോ വളരെ ഷാർപ്പായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാനും സെൻസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറയുമല്ലോ, നമ്മളൊരു കോമൺ സെൻസ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകള്, നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ വളരെ വൈസായിട്ട് കണക്ട് ചെയ്യാം. ബിക്കോസ് നിങ്ങളുടെ കൂടുതലുള്ള ആളുകൾക്ക് തന്നെ നിങ്ങളുടെ മാറ്റത്തിൽ ജലസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വലിയൊരു സന്തോഷം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നില്ല. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെന്നെ എൻകറേജ് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, എന്നെ കൺഫ്യൂസ്ഡ് ആക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചില മാറ്റങ്ങൾ എടുക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മനസ്സിലാക്കുക അത് എന്തോ ഒരു മാറ്റം അവിടെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ആളുകൾക്ക് അവിടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത്. അവര് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓൾറൈറ്റ്, ക്രൗൺ ചക്ര. ഓൾറൈറ്റ്, സോ ഫോക്കസ് ഓൺ യുവർ പൊസിഷൻ. നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യം, വ്യക്തിത്വത്തിൽ ഫോക്കസ് ചെയ്യുക. വ്യക്തിത്വം ലൂസ് ചെയ്യുന്ന ഒരു പ്ലേസിലും പോയി ചെന്ന് പെടാതിരിക്കാം. ഓക്കെ, ഹയർ സ്റ്റാൻഡേർഡ് നിങ്ങൾ കണക്ട് ചെയ്യുക, ഹയർ സെൽഫിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓൾറൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്തുതരാം. ഓക്കെ, സോ വാട്ട്സ് യുവർ കറന്റ് എനർജി? ഓക്കെ, സോ നിങ്ങൾ വളരെ ഒരു താമര പോലെ വിരിയാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ എക്സ്പാൻഡ് ആവുന്നത്. നിങ്ങളുടെ ചക്രാസ് അവേക്കൻ ആവുന്നുണ്ട്, കണക്റ്റഡ് ആവുന്നുണ്ട്, അലൈൻഡ് ആവുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ വളരെ നല്ല പഞ്ചേന്ദ്രിയങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് പല കാര്യങ്ങളും റൈറ്റ് ആയിട്ട്, അതായത് ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് കേൾവി റിലേറ്റഡ് ആയിട്ടോ, സ്മെല്ല് റിലേറ്റഡ് ആയിട്ടോ, നിങ്ങളുടെ സംസാരം റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാച്ചുറലി ഹീൽ ആവുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ സ്പർശനമൊക്കെ നിങ്ങൾ വളരെ അവേക്കൻ ആക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒരു ടച്ചിന്റെ ഒക്കെ ഒരു പവർ എന്താന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സാക്രൽ ചക്ര. സോ ബി അവെയർ, നിങ്ങൾ എങ്ങനത്തെ ആളുകളായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സെക്ഷൽ എനർജി വൈസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറയും സെക്ഷൽ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന പവറാണ്, അല്ലെ? സോ അതൊന്നും നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൽ ഡിസയർ, അല്ലെങ്കിൽ ചിലത് നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം, ചിലത് നിങ്ങളുടെ ആ ഒരു ഡിസയർ, നിങ്ങൾക്ക് ചില ക്രേവ് ഉണ്ടാവുന്ന സമയത്ത്, സെക്ഷൽ ആയിട്ടുള്ള ഡിസയർ ഉണ്ടാവുന്ന സമയത്ത് അത് നിങ്ങൾ റോങ് പ്ലേസിലല്ല കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ സെൽഫിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇന്നർ ടാലന്റ്സ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാഷൻ എന്താണെന്ന് അറിയണം, ഒരു ഹിഡൻ ടാലന്റ് എന്താണെന്നുള്ളത് അറിയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ ഡിസ്കവർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പവറിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സെക്ഷൽ എനർജി ഒക്കെ വളരെ വൈസ് ആയിട്ട് നിങ്ങൾ
കണക്റ്റഡ് ആവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാന്നുള്ളതല്ല, ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ടെംപ്റ്റേഷൻസ് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ സെക്ഷൽ ഡിസയർ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ സെക്ഷൽ ആയിട്ടുള്ള ഡിസയർ വേണ്ട എന്നുള്ളതല്ല, അത് റൈറ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അഡിക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിട്ട് നിങ്ങൾക്കത് ഇതുപോലെ നിങ്ങളുടെ ഒരു ടെംപ്റ്റേഷൻസ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തല്ല നിങ്ങൾ പോവേണ്ടത്. ഓക്കെ, സോ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക്, ചില സ്ട്രോങ് ഡിസയർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ താല്പര്യങ്ങൾ വേണ്ട എന്നുള്ളതല്ല, ബട്ട് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓൾറൈറ്റ്, ഓരോ ആളുകൾ ഇപ്പം എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് ആളുകളുടെ അടുത്ത് നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന മെസ്സേജ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ആളുകളിലേക്കെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് ദ ഡിവൈൻ. ബിക്കോസ് ഈ ഒരു ടൈമില് നിങ്ങൾ ജസ്റ്റ് ഒരു പാർട്ട് ആവുന്നേന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എടുക്കുന്ന പല ആക്ഷനും നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് ആവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഡിവൈൻലി ഗൈഡഡ് ആണ് അവിടെ. ഓക്കെ, നിങ്ങളുടെ ആക്ഷൻസ്. ഓക്കെ, സോ അവിടെ ചില ഇമോഷണൽ ലോസസ് ഉണ്ടാവുന്ന സമയത്ത്, ചില നഷ്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് മനസ്സിലാക്കുക നിങ്ങൾ സാക്രൽ ചക്ര അവിടെ ക്ലൈൻസ്ഡ് ആവുകയാണ്. ഓക്കെ, സോ അതിന്റെ പിറകെ പോയിട്ട് പിന്നെ അത് കൊണ്ടുവരാൻ നിൽക്കരുത്. ഓക്കെ, സോ ചിലത് നാച്ചുറലി വീണു പോവുകയാണെന്നുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന ഇല പോലെയാണ്, അത് തന്നെ വീണു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വീണു പോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ചിലത് വരികയാണെന്നുണ്ടെങ്കിൽ ചിലത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്, എൻറ്റർ ചെയ്യാണ്, അലോ ചെയ്യുക, എൻകറേജ് ചെയ്യുക, കണക്ട് ചെയ്യുക. അത് മേ ബി ലൈക്ക് പ്രോബബ്ലി നിങ്ങൾക്ക് അത് റൈറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കാം, നിങ്ങളുടെ സാക്രൽ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസയർ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ചിലത് വരുന്നതായിരിക്കാം, ചിലത് നഷ്ടപ്പെടുന്നതായിരിക്കാം. ആളുകളെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അയ്യോ അതിന്റെ പിറകെ പോവാതിരിക്കാം. നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന ആലോചിച്ചിട്ട് അത് പോട്ടെ. മേ ബി ഒരു ടൈമിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തൊരു കാര്യം നിങ്ങൾക്ക് വരാനുണ്ട്, ഓർ നിങ്ങൾ എന്തൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്. ഓൾറൈറ്റ്, ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. സോ ഇനി വരുന്ന ആഴ്ച നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യം എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് നിങ്ങൾ വരുന്ന ആഴ്ച ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അല്ലെ, ഒന്നാമതായിട്ട് നിങ്ങൾ വരുന്ന ആഴ്ച, അതായത് ഇന്ന് മുതൽ, എന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്നത്, അന്ന് മുതൽ വരുന്ന ഒരു 7 days നിങ്ങൾ മറ്റുള്ള ആളുകളുടെ എനർജി ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. അതായത് മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളോ നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ആളുകളോ അല്ല. ഓക്കെ, സോ ചില ആളുകളോട് നിങ്ങൾക്ക് തോന്നുന്ന ജെലസ് ആയിരിക്കാം, അത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ചില ജലസ് നല്ലതാണ്, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് അങ്ങനെ ഒരു മാറ്റങ്ങൾ വേണം എന്ന് തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും വളരെ നല്ലത്. അതെല്ലാം നിങ്ങൾക്ക് മറ്റുള്ള ആളുകളോട് തോന്നുന്ന ജലസ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് തോന്നുന്ന ഒരു ഫീലിങ്സ്, നിങ്ങൾ അത് ഒരുപാട് ഇൻസെക്യൂർ ആക്കുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഒരുപാട് ജലസ് ആക്കുന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കുശുമ്പ് തരുന്നുണ്ടെങ്കിലോ, നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അവരെന്ത് ചെയ്യുന്നു, അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു, ഇങ്ങനെ ആളുകളെ പറ്റി പറയുന്നതും ആയിരിക്കാം, അവരെക്കാൾ കൂടുതൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നതും ആയിരിക്കാം. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓൾറൈറ്റ്, മേ ബി നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ എനർജി സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ചില ആളുകളുണ്ട്, അവരെ പറ്റിയിട്ട് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. അവര് പോട്ടെ എന്നല്ല പറയുന്നത്, ആ ഒരു തോട്ട്സ് പോട്ടെ, ആ ഒരു എനർജി കളയാം. ഇത് നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അങ്ങനെ ഒരു തോട്ട്സ് വരുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ സഡൻ ആയിട്ട് നിങ്ങൾ ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യാം, ശരീരത്തിൽ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയാം. അങ്ങനത്തെ തോട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് ഇത് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ഫ്രെയിംസ് പറയുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. എനിക്ക് കഴിവില്ല, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ആളുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ്. ഡോണ്ട് യൂസ് ദോസ് വേർഡ്സ്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന വാക്കുകളിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, ഇനി 3 കാര്യങ്ങൾ ഈ വരുന്ന ആഴ്ച നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങൾ എന്താന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാലിഡേറ്റ് യുവർ സെൽഫ്. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളെ പറ്റി, നിങ്ങളെ കാണുന്ന രൂപം, നിങ്ങളുടെ ശരീരത്തെ വാലിഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, വാലിഡേറ്റ് ചെയ്യാം.
നിങ്ങൾക്ക് കഴിവുണ്ട്, വാലിഡേറ്റ് ചെയ്യുക. നിങ്ങൾ എന്തോ ഒരു ഡെലിഷ്യസ് ആയിട്ടുള്ള കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്, വാലിഡേറ്റ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, സന്തോഷിക്കുക ആ ഒരു കാര്യത്തിൽ. അവര് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഈ കാര്യം ചെയ്ത് കൊടുത്തിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല, അവരെന്നെ എൻകറേജ് ചെയ്തില്ല, അവർ പുഷ് ചെയ്തില്ല, എന്റെ പാർട്ട്ണർ, എന്റെ ഹസ്ബൻഡ് എന്നെ ഒന്നും പറഞ്ഞില്ല, വൈഫ് ഒന്നും പറഞ്ഞില്ല, എന്റെ ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞില്ല. സ്റ്റോപ്പ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സന്തോഷമായോ, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയോ, നിങ്ങൾക്കത് വളരെ ഒരു എൻകറേജ്മെന്റ് ആയിട്ട് തോന്നിയോ, നിങ്ങൾക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയോ, എൻകറേജ് യുവർ സെൽഫ്. ഓക്കെ, വേറെ ഒരു കാര്യം നോക്കണ്ട. ഓക്കെ, സോ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുക. ഇപ്പൊ ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ കാണുന്ന ഒരു രൂപത്തോട് നിങ്ങൾക്ക് വലിയ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ എൻകറേജ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് നിങ്ങൾ അതിന്റെ ഒരു സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. റിമെമ്പർ ദാറ്റ് നിങ്ങൾ ഒരുപാട് സമൃദ്ധി നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഫ്ലോ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ വാലിഡേറ്റ് ചെയ്യുക. നിങ്ങൾ ഓഫീസിലായിക്കോട്ടെ, നിങ്ങൾ വർക്ക് പ്ലേസിലായിക്കോട്ടെ, വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് എപ്പോഴും ഓഫീസിൽ നിന്ന് കംപ്ലൈന്റ് കിട്ടുന്ന ആളുകളാണ്, അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു 1 വീക്ക് ടൈം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തു, നിങ്ങൾ അത് തിരുത്തി, നിങ്ങൾ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാം, നിങ്ങൾ ആദ്യം അത് വാലിഡേറ്റ് ചെയ്യാം. ആൻഡ് സ്ലോലി നിങ്ങൾക്ക് അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ സറൗണ്ടിങ്ങിലെ ആളുകൾ ആ ഒരു എനർജി ഫോളോ ചെയ്യാൻ തുടങ്ങും. ആ ഒരു മാറ്റം നിങ്ങളിൽ കണക്ട് ചെയ്യാൻ അവർക്കും സാധിക്കും. ക്ലിയർ? നമ്പർ 2, ടേക്ക് ബേബി സ്റ്റെപ്സ്. അതായത് ചെറിയ ചെറിയ സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുക, ആക്ഷൻ എടുക്കുക. നിങ്ങൾക്കൊരു എയിം ഉണ്ട്, അതിന് എന്താണ് ഈ ഒരു 1 വീക്ക് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ റിസർച്ച് ചെയ്യുക ഒരു കാര്യത്തെ പറ്റി. നിങ്ങൾക്കൊരു സിറ്റുവേഷന് മാറണം, അതിനുള്ള ബേബി സ്റ്റെപ്സ് എടുക്കുക. ചില ആക്ഷൻസ്, വിത്തൗട്ട് ആക്ഷൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. ആക്ഷൻ വരണം, അവിടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ വരണം. സോ എവിടേക്കാണോ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത് അവിടേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുക. നമ്പർ 3, നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്റ്റാർട്ട് ലിസണിങ് ഇൻസ്റ്റീഡ് ഓഫ് റിയാക്ടിങ്. ഓൾറൈറ്റ്, നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിർത്തുക. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ഇമോഷണൽ ആവുക, അത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഓൾറൈറ്റ്, എസ്പെഷ്യലി നിങ്ങൾക്ക് വലിയ ദേഷ്യക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ദേഷ്യം പിടിപ്പിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. ഇനി ഇത്ര കാലം നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് ഇത്ര കാലം നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് മാറിയിട്ടില്ല ഒരു സിറ്റുവേഷൻ, അല്ലെ? ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടൊന്ന് പെരുമാറി നോക്കാം, ചെയ്തു നോക്കാം, വ്യത്യസ്തമായിട്ടുള്ള ചില ആക്ഷൻസ് കൊണ്ടുവരാം. എന്ത് മാറ്റം ഉണ്ടാവുക എന്നുള്ളത് അറിയണ്ടേ? യെസ്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാം. ഓക്കെ, സോ എന്നിട്ട് പറയൂ നിങ്ങൾക്ക് എന്ത് മാറ്റാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഓൾറൈറ്റ്, ബിക്കോസ് നിങ്ങൾ വളരെ അതിശയകരമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. അത് നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.